Good morning, welcome back to HSS English Classroom. Today we are going to analyze the lesson Amigo Brothers by Perry Thomas. This is a lesson from the second unit of +2 English textbook. ഈ പാഠത്തിലൂടെ പെറി തോമസ് പ്രസന്റ് ചെയ്യുന്നത് രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ്. എമിഗോ എന്നാൽ ഫ്രണ്ട്ലി എന്നാണ് അർത്ഥം, സ്പാനിഷ് വേർഡാണ്. ബ്രദേഴ്സ് എന്നാൽ നിങ്ങൾക്കറിയാം, അമിഗോ ബ്രദേഴ്സ് മീൻസ് ഫ്രണ്ട്ലി ബ്രദേഴ്സ്. അന്റോണിയോ ക്രൂസ്, ഫെലിക്സ് വെർഗാസ് എന്ന രണ്ട് കുട്ടികൾ, 17 years old. ഇവർ രണ്ടുപേരും അമേരിക്കയിലെ പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ പൊതുവെ ഗാങ്സ്റ്റേഴ്സും അതേപോലെ തന്നെ ഡ്രഗ് മാഫിയാസും ഒക്കെ വിലസുന്ന ന്യൂയോർക്ക് പട്ടണത്തിനടുത്ത് ഈ ഗാങ്സ്റ്റേഴ്സിലോ ഡ്രഗ് ട്രാഫിക്കിങ്ങിലോ ഒന്നും പെടാതെ വളരെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത, സ്പോർട്സിനെ സ്നേഹിച്ച രണ്ട് കുട്ടികളുടെ കഥയാണ് അമിഗോ ബ്രദേഴ്സ് എന്ന പാഠത്തിലൂടെ പെറി തോമസ് പ്രസന്റ് ചെയ്യുന്നത്. ഈ അല്പാൽപമായിട്ട് ചില പാരഗ്രാഫ് വായിച്ച് അതിന്റെ പ്രസക്തമായ സമ്മറി ഞാൻ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ദ ഓഥർ ടെൽസ് us that Antonio Cruz and Felix Vergas, അതാണ് അവരുടെ ഫുൾ നെയിം, Antonio Cruz, Felix Vergas. They were both 17 years old. They were so together in friendship that they felt themselves to be brothers. അവരുടെ സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം, ശക്തി അതാണ് പറയുന്നത്. വളരെ ക്ലോസ് ആണ് അവര്. They felt themselves to be brothers. ബ്രദേഴ്സ് എന്നതുപോലെ രക്തബന്ധമുള്ളവരെ പോലെ ഉള്ള ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നു. They had known each other since childhood, growing up on the lower east side of Manhattan in the same building. രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത് കുട്ടിക്കാലം മുതലേ. ഗ്രോയിങ് അപ്പ് ഓൺ ദ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൻ ഇൻ ദ സെയിം ബിൽഡിംഗിലാണ്. ഇനി രണ്ടുപേരുടെ അപ്പിയറൻസ് ആണ് പറയുന്നത് നാം മനസ്സിലാക്കാൻ. അതുപോലെ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുമ്പോൾ ഇത് അത്യാവശ്യമാണ്. അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. ഫെയർ എന്ന് വെച്ചാൽ വെളുത്തിട്ട് എന്നാണ്, ലീൻ മെലിഞ്ഞ്, ലാങ്കി മീൻസ് പൊക്കം കൂടി വണ്ണം കുറഞ്ഞ ആളെയാണ് ലാങ്കി എന്ന് പറയാം, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, ബോണി ആയിട്ടുള്ള. വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്. ഇനി ഫെലിക്സ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഇവിടെ അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, ആൻഡ് വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഡാർക്കാണ്, ഷോർട്ടാണ്, ഹസ്കിയാണ്, വെരി സ്ട്രോങ് ആണ്. Antonio's hair always falling over his eyes. Antonioയുടെ അപ്പിയറൻസ് പറയാണ്, അവന്റെ മുടി എപ്പോഴും ഇങ്ങനെ നെറ്റിയിൽ വീണ് കിടക്കും. ഫെലിക്സിന്റെ ഹെയർ എങ്ങനെയാണ്? നാച്ചുറൽ ആഫ്രോ സ്റ്റൈലാണ്, ആഫ്രിക്കൻ സ്റ്റൈലിലുള്ള ഹെയർ ആണ്. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സം ഡേ ബിക്കമിംഗ് ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. രണ്ടുപേരുടെയും സ്വപ്നമാണെന്ന് സം ഡേ ബിക്കമിംഗ് ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ഈ അമേരിക്കൻ കൾച്ചറിൽ ഈ ബോക്സിംഗ് എന്ന സ്പോർട്സിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ രണ്ടുപേരുടെയും സ്വപ്നമാണ് സം ഡേ ബിക്കമിംഗ് ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും സ്വപ്നം. വെറുതെ സ്വപ്നം വെച്ചുകൊണ്ട് നിൽക്കുകയല്ല. അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യലാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇതാണ് ഇതിൽ ഹൈലൈറ്റ്. ഈ പെരി തോമസ് ഹൈലൈറ്റ് ചെയ്യുന്ന അതാണ്. എവ്രി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്. സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. ബോയ്സ് ക്ലബിലും ജിമ്മിലൊക്കെ ആയിട്ട് ഇവര് എപ്പോഴും വർക്ക് ചെയ്യും, ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഏർലി മോർണിംഗ് സൺറൈസസ് വുഡ് സീ ദം റാപ്ഡ് ഇൻ സ്വെറ്റ് ഷർട്ട്സ് ആൻഡ് ഷോർട്ട് ടവൽസ് അറൌണ്ട് ദെയർ നെക്സ്. അതിരാവിലെ തന്നെ അവര് ഈ റിവർ സൈഡിലൂടെ ഓടുന്നതും അതേപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ, ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ജോഗ് ചെയ്യുന്നതൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും കാണാം.
എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഓതർ. വൈൽ സം യങ്സ്റ്റേഴ്സ് വെയർ ഇൻ ടു സ്ട്രീറ്റ് നെഗറ്റീവ്സ്, അന്റോണിയോ ഫെലിക്സ് എന്താണ് സ്ലപ്റ്റ്, ഏജ്, റാപ്റ്റ് ആൻഡ് ഡ്രംഡ് പോസിറ്റീവ്. ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ യങ്സ്റ്റേഴ്സും പൊതുവെ ഈ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ഈ ഗാങ്സ്റ്റേഴ്സിന്റെയും അതേപോലെ നേരത്തെ പറഞ്ഞ ഡ്രഗിന്റെയും ട്രാഫിക്കിന്റെയും ഒക്കെ ആളുകളായിട്ട് മാറിയ ചെറുപ്പക്കാരായ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് മാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന രണ്ട് കുട്ടികൾ. ദേ ആർ റാപ്റ്റ്. എന്താണ് അവരൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ചപ്പോൾ ഇവർ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ദേ സ്ലപ്റ്റ്, സ്ലീപ്പ്, സ്ലപ്റ്റ് അറിയാലോ, സ്ലീപ്പ്, സ്ലപ്റ്റ് ഉറങ്ങി എന്നാണ്. എയ്റ്റ്, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, 3 ഫോംസ് ഓഫ് ദ വേർബ് അറിയാലോ. അതേപോലെ റാപ്റ്റ്, റാപ്റ്റ് എന്ന് വെച്ചാൽ അവിടെയൊക്കെ വളരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒരു ഡാൻസ് ഫോമാണ് റാപ്റ്റ്. ഒന്ന് എന്റർടൈൻമെന്റ് ആയാലും ഭക്ഷണമായാലും ഉറക്കായാലും എല്ലാം ഒന്നിച്ചാണ് ഇവർ ചെയ്തിരുന്നത്. ആൻഡ് ഡ്രംഡ് പോസിറ്റീവ് ബിറ്റ്വീൻ ദം. അതേപോലെ തന്നെ ഒരു സ്വപ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ക്രിക്കറ്റ് ഫാൻസ് ഒക്കെ ആണെങ്കിൽ ക്രിക്കറ്റാണ് സ്വപ്നമെങ്കിൽ, നല്ലൊരു ക്രിക്കറ്റർ ആകുക എന്നുള്ളതാണ് സ്വപ്നമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ വലിയ ക്രിക്കറ്റേഴ്സിന്റെ ഒക്കെ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതേപോലെ ഈ കുട്ടികളും ഈ ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും, അവരുടെ ഹൗസ്, അതേപോലെ തന്നെ ടോൺ ടിക്കറ്റ്സ്, കീറിയ ടിക്കറ്റ്സ്, അതേപോലെ തന്നെ അവര് പങ്കെടുത്ത ബോക്സിംഗ് മാച്ചിന്റെ ക്ലിപ്പിംഗ്സ്, ഇതൊക്കെ അവര് കരുതി വെച്ചിരുന്നു. അവരുടെ ഒരു പ്രത്യേകമായിട്ട് അവര് സൂക്ഷിച്ചു വെച്ചിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, ഇനി സ്റ്റോറിയിൽ ചെറിയൊരു ടേൺ വരികയാണ്. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August. അപ്പോൾ ഈ മാച്ച് സാധാരണ മാച്ചുകളിൽ പങ്കെടുക്കുന്നതാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു മാച്ച് ഫിക്സ് ചെയ്യപ്പെടുന്നു. ഒരു സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞ്, എലിമിനേഷൻ റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബൗട്ട് എന്ന് വെച്ചാൽ ബോക്സിംഗ് കോമ്പറ്റീഷൻ. ഇവിടെ കുറച്ച് എലിമിനേഷൻ റൗണ്ടിന് ശേഷം ഒരു ഫൈനൽസ്, ഡിവിഷൻ ഫൈനൽസ് ഫിക്സ് ചെയ്യപ്പെടുന്നു. ഈ ഡിവിഷൻ ഫൈനൽസിൽ ഇവർ രണ്ടുപേരും തമ്മിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ഈ രണ്ടുപേരിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് മാത്രമേ അവരുടെ ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഈ സ്റ്റോറിയിൽ വരുന്ന ഒരു ക്രൈസിസ്. 2 weeks away the winner to represent the boys club in the Golden Gloves Championship tournament. Golden Gloves Championship tournament എന്ന പ്രൊഫഷണൽ ടൂർണമെന്റിൽ ഇവരുടെ ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പങ്കെടുക്കണമെങ്കിൽ ഇവരുടെ എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞ് ഇവർ മാത്രമാണ് ബാക്കിയാവുന്നത്. പരസ്പരം ഫൈറ്റ് ചെയ്ത് അതിൽ ഒരാൾക്ക് മാത്രമേ ആ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ അർഹത ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള ഘട്ടത്തിലെത്തി. അതാണ് ഒരു ക്രൈസിസ്. ദ 2 boys continued. അത് അവരെ അറിയിപ്പ് കിട്ടിയതിനു ശേഷവും 2 of them continued to practice together. രണ്ടുപേരും എന്ത് ചെയ്യാണ്? പ്രാക്ടീസ് ചെയ്യുകയാണ്, ഒന്നിച്ച് നേരത്തെ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ്. പക്ഷേ even when the days passed on, when the competition അല്ലെങ്കിൽ അവരുടെ ഈ മത്സരം ബൗട്ട് അടുത്ത് വരുന്തോറും they sensed a wall rising between them. അവർ തമാശ പറയുമ്പോൾ പോലും ഈ തൊട്ട് അടുത്ത് വരാൻ പോകുന്ന പരസ്പരം മത്സരിക്കേണ്ടി വരുന്ന ആ സാഹചര്യം അവരുടെ മനസ്സിൽ ചെറിയ മങ്ങലേൽപ്പിച്ചു, അല്ലെങ്കിൽ അവർ പരസ്പര ബന്ധത്തിൽ ചെറിയ വേർതിരിവ്, ഒരു വാൾ റൈസ് ചെയ്യുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. ദേ സെൻസ്ഡ് എ വാൾ റൈസിംഗ് ബിറ്റ്വീൻ ദം. നേരത്തെ ഇതിന്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറയുന്നുണ്ട്, വാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സിംബോളിക് ആയിട്ടുള്ള മീനിങ് എന്താണ്. തൊട്ട് മുമ്പിലത്തെ പാഠത്തിലും മെൻഡിങ് വാൾ എന്നുള്ള പോയത്തിലൊക്കെ വാളിനെ കുറിച്ച് പ്രതിപാദിച്ചതാണ്. വാൾ എന്നുള്ളത് ഒരു ഫിസിക്കൽ കൺസ്ട്രക്ഷൻ എന്നതിലുപരിയായിട്ട് പല മീനിങ്ങും അതിനുണ്ടെന്നും അപ്പോൾ സൂചിപ്പിച്ചതാണ്. അതേപോലെ പറയാണ്, ഇവരുടെ പരസ്പര ബന്ധത്തിനിടക്ക് ഒരു വാൾ റൈസ് ചെയ്യുന്നതായിട്ട്, ഉയർന്നു വരുന്നതായിട്ട് അവർക്ക് സെൻസ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് അനുഭവേദ്യമായി എന്നാണ് പറയുന്നത്. സോ ലെറ്റ് us see what happens next. One morning, less than a week before their bout, they met as usual. ഇപ്പൊ പറഞ്ഞല്ലോ, അവർ പരസ്പരമുള്ള ബന്ധത്തിനിടക്ക് ഒരു ചെറിയ നിഴൽ വീണതായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അപ്പൊ അവരുടെ മത്സരത്തിന് 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ദേ മെറ്റ് ആസ് യൂഷ്വൽ ഫോർ ദ ഡെയിലി വർക്ക്ഔട്ട്. ഡെയിലി വർക്ക്ഔട്ടിന് വേണ്ടി അവർ പരസ്പരം കാണുകയാണ്.
പക്ഷേ അന്റോണിയോ ഗ്ലാൻസ്ഡ് അറ്റ് ഫെലിക്സ് ഹു പേർപ്പസ്ലി കീപ് ഹിസ് ഹെഡ് സ്ട്രൈറ്റ്. അന്റോണിയോ ഫെലിക്സിനെ ഇങ്ങനെ ഗ്ലാൻസ് ചെയ്തു. ഗ്ലാൻസ് എന്ന് വെച്ചാൽ നേരെ നോക്കുന്നതിനല്ല, ഒരു നോട്ടം ഇങ്ങനെ കൺകോണിലൂടെ നോക്കി. അപ്പോ ഫെലിക്സ് ആണെങ്കിൽ നേരെ നോക്കുകയാണ്. അവരുടെ എന്താണ്, അവരുടെ മുഖത്തോട് കണ്ണിന് ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പോസിംഗ് ഫ്രം ടൈം, അവൻ എന്താണ് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഈ ഓടുന്നത്. പോസിംഗ് ഫ്രം ടൈം ടു ഡു സം ഫാൻസി ലെഗ് വർക്ക് വൈൽ ത്രോയിങ് ഫ്രം 1-2s. ഇതൊക്കെ ടെക്നിക്കൽ വേർഡ്സ് ആണ് ഈ ബോക്സിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസിന് അവർ ഉപയോഗിക്കുന്നത്. 1-2s മീൻസ് പഞ്ചസ് ഫോളോഡ് ബൈ അപ്പർ കട്ട്സ്, മുകളിലേക്കുള്ള പഞ്ച്. ഇതൊക്കെ ഇങ്ങനെ അവർ ചെയ്യാണ്. ഇമാജിനറി ജോ, അതായത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എതിരാളിയുടെ ജോയിലേക്ക് ജോ എന്ന് വെച്ചാൽ താടിയലിലേക്ക് ഇടിക്കുന്നതായിട്ടൊക്കെയുള്ള പ്രാക്ടീസ് ഇവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, ഫെലിക്സ്. അങ്ങനെ ഒരു മൈലോ മറ്റോ അങ്ങനെ പോയതിനു ശേഷം പഫ്ഡ് അപ്പ് ആൻഡ് സെറ്റ്, ഫെലിക്സ് പഫ് ചെയ്ത് ഒന്ന് കിതച്ച് നിന്നിട്ട് അവൻ പറഞ്ഞു, ലെറ്റ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ. ബ്രോ എന്നൊക്കെ ഇപ്പൊ മീനിങ് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ തിങ്ക് ലെറ്റ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ, ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ടു ഈച്ച് അതർ. നമുക്ക് അല്പം നിന്ന് രണ്ടുപേർക്കും അല്പം സംസാരിക്കാം എന്നാര് പറയാണ്, ഫെലിക്സ് പറയാണ്. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്, അന്റോണിയോ ഹെൽപ്ഡ്. അപ്പോൾ അന്റോണിയോ പറയാണ്, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്, എങ്ങനെ പറയണം എന്നറിയില്ല. ഇറ്റ്സ് അബൌട്ട് അവർ ഫൈറ്റ് റൈറ്റ്, ഇറ്റ്സ് അബൌട്ട് അവർ ഫൈറ്റ് റൈറ്റ്, ഫൈറ്റിനെ പറ്റിയല്ലേ? യാ റൈറ്റ്. ഫെലിക്സ് ഐസ് സ്ക്വിൻറ്റഡ് അറ്റ് ദ റൈസിംഗ് ഓറഞ്ച് സൺ. ഫെലിക്സിന്റെ ഐസ് സ്ക്വിൻറ്റ് ചെയ്യാണ് അറ്റ് ദ റൈസിംഗ് ഓറഞ്ച് സൺ, ആ ഉദിച്ചു നിൽക്കുന്ന റൈസിംഗ് ഓറഞ്ച് സൺ, രാവിലത്തെ പ്രഭാതമാണ് ആ സമയത്തുള്ള സണ്ണിൽ. ഐ ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഇൻ ഫാക്ട് സിൻസ് വി ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി മീ ആൻഡ് യു, ഐ ബീൻ അവൈക്ക് അറ്റ് നൈറ്റ്. നമ്മൾ തമ്മിലാണ് മത്സരമെന്ന് അറിഞ്ഞത് മുതൽ എന്താണ്, ഐ ബീൻ അവൈക്ക് അറ്റ് നൈറ്റ്, ഞാൻ അവൈക്ക് ആയിരുന്നു നൈറ്റിൽ. എന്ന് വെച്ചാൽ എന്താണ്, ഉറക്കം വരുന്നില്ല. സുഹൃത്തുക്കൾ തമ്മിൽ, അത്രയും ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ തമ്മിലുള്ള മത്സരമായതുകൊണ്ട്. ട്രൈ നോട്ട് ഹേർട്ട് യു, ഐ മീൻ പുള്ളിങ് പഞ്ചസ്. പുള്ളിങ് പഞ്ചസ് മീൻസ് നമ്മൾ പ്രൊഫഷണൽ ബോക്സിങ്ങിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ടാവും, എന്താണ്, പഞ്ച് വേദനിപ്പിക്കാതെ പഞ്ച് ചെയ്യുക, പഞ്ചിനായിട്ട് ആക്ട് ചെയ്യുക, പക്ഷേ പവർ കൊടുക്കാതെ പഞ്ച് ചെയ്യുക. നീയായതുകൊണ്ട് എതിരാളിക്ക് എതിരായിട്ട് ശക്തമായിട്ട് ഇടികൊടുക്കുന്നതിന് പകരം നീയാണ് എതിരാളി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും പവർ കൊടുത്ത് പഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും, ഇമാജിൻ ചെയ്യുമ്പോൾ പോലും. സെയിം ഹിയർ, അന്റോണിയോ പറയാണ്, സെയിം ഹിയർ, ഇറ്റ്സ് ഇൻ നേച്ചർ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. ഫൈറ്റിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വാണ്ട് ടു വിൻ. നമ്മൾ ഫൈറ്റേഴ്സ് ആണല്ലോ, നമുക്ക് രണ്ടുപേർക്കും ജയിക്കേണ്ടതുണ്ട് ഇതിൽ. ബട്ട് ഓൺലി വൺ ഓഫ് us can win. ഇതാണ് ക്രൈസിസ്. ഓൺലി വൺ ഓഫ് us can win. There are no draws in the eliminations. ഡ്രോസ് ഇല്ല, ഓൺലി വൺ ഓഫ് us can win. അപ്പൊ ഇവര് ഭയങ്കര ടെൻസ്ഡ് ആണ്. പ്രാക്ടീസ് ചെയ്യും, ഇതുവരെ നന്നായിട്ട് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ ഈ മത്സരം അവരുടെ ഫ്രണ്ട്ഷിപ്പിനിടക്ക് ഉള്ള പ്രശ്നമാണ് അവരിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ ജെന്റ്ലി ഓൺ ദ ഷോൾഡർ. ഫെലിക്സ് അന്റോണിയോ സമാധാനിപ്പിക്കാൻ ടാപ്ഡ് അന്റോണിയോ ജെന്റ്ലി ഓൺ ദ ഷോൾഡർ. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ എം ബ്രാഗിംഗ് ബ്രോ. ബ്രാഗിംഗ് എന്ന് വെച്ചാൽ ബോസ്റ്റിംഗ് എന്നാണ്. ഞാൻ ബ്രാഗ് ചെയ്യല്ല, ബട്ട് ഐ വോണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. ഫെലിക്സ് പറയാണ്, ഞാൻ ബോസ്റ്റ് ചെയ്യുമൊന്നുമല്ല, പക്ഷെ എനിക്ക് ജയിക്കണം. ഫെയർ ആൻഡ് സ്ക്വയർ മീൻസ് ഒരു ഫാൾസ് മീൻസും ഇല്ലാതെ നേരെ ചൊവ്വേ എന്നാണ് ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ആ ഫ്രേസിന് മീനിങ്. അന്റോണിയോ നോഡഡ് ക്വയറ്റ്ലി. യാ, അന്റോണിയോ പറഞ്ഞു, ശരിയാണ്. വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. നമുക്കറിയാലോ, റിംഗിൽ ജയിക്കുന്നത് ആരാണ് മികച്ചവൻ, അവനാണ് ജയിക്കുന്നത്. ഒരു കളിയും അവിടെ നടക്കില്ല. ഇറ്റ്സ് ഫെയർ ടോണി, വെൻ വി ഗെറ്റ് ടു ദ റിംഗ് ഇറ്റ്സ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. അപ്പൊ അന്റോണിയോ പറയാണ്, യാ വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. റിംഗിൽ കഴിവുള്ള ആൾ മാത്രമേ ജയിക്കൂ എന്ന് നമുക്കറിയാം. അവിടെ തരികിട ഒന്നും നടക്കില്ല. അപ്പോ ഫെലിക്സ് പറയാണ്, ഇറ്റ്സ് ഫെയർ ടോണി, വെൻ വി ഗെറ്റ് ഇൻ ടു ദ റിംഗ് ഇറ്റ്സ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. നമ്മൾ റിംഗിലെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരെ പോലെ എന്ത് ചെയ്യണം, പെരുമാറണം. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ് ദാറ്റ് വാണ്ട് ദ സെയിം തിങ്. ഒരേ കാര്യം നേടാൻ ആഗ്രഹിക്കുന്ന രണ്ട് അപരിചിതരെ പോലെ വേണം ഫൈറ്റ് ചെയ്യാൻ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോ ടോണി പറയാണ്, ഐ നോ. ടോണി സ്മൈൽ, വൈ നോട്ട്, എനിക്കറിയാം. നോ പുള്ളിങ് പഞ്ചസ്, വി ഗോ ഓൾ ദ വേ. പുള്ളിങ് പഞ്ചസ് ഒന്നുമില്ല. എന്താണ് പുള്ളിങ് പഞ്ചസ് എന്ന് വെച്ചാൽ എതിരാളിയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടിക്കുന്നതിനാണ് പുള്ളിങ് പഞ്ചസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു തോന്നുന്നു.
Yeah, that's right. Listen, Tony. Don't you think it's a good idea if we don't see each other until the day of the fight? Felix ഒരു സജഷൻ വെക്കുകയാണ്. എന്താണ്, മത്സര ദിവസം വരുന്നത് വരെ നമുക്ക് മാറി താമസിച്ചാലോ എന്ന് പറയാണ്. Don't we see each other until the day of the fight? I'm going to stay with my Aunt Lucy in the Bronx. അതുകൊണ്ട് ഓൺ ലൂസിയുടെ കൂടെ, ആന്റിയുടെ കൂടെ ബ്രോങ്സിൽ പോയിട്ട് താമസിക്കാൻ പോവാണ് ഞാൻ. ടോണി സ്ക്രാച്ച് ഹിസ് നോസ് പെൻസീവ്ലി. ടോണിക്ക് ആദ്യം ഒരു വിഷമമായി, ഈ മാറി താമസിക്കുക എന്നുള്ളത് ടോണിയെ സംബന്ധിച്ചിടത്തോളം അല്പം വിഷമമാണ്. അതാണ് സ്ക്രാച്ച് ഹിസ് നോസ് പെൻസീവ്ലി, ചിന്തിച്ചുകൊണ്ട് നോസ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തു. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. ശരിയാണെന്ന് ടോണിയെ സമ്മതിക്കുകയാണ്. അന്റോണിയോ, he held out his hand, palm upward, deal. പാം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പിന്നെ ഡീൽ, പരസ്പരം അടിച്ച് ശരി എന്ന് പറയുന്ന സമ്മതിക്കുന്നതിന്റെ ഒരു സൂചനയാണ് പാം അപ്വേർഡ്. ഡീൽ എന്ന് പറഞ്ഞു. ഡീൽ. ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. ഫെലിക്സ് സ്ലാപ്പ് ചെയ്തു. റെഡി ഫോർ സം മോർ റണ്ണിങ്? ടോണി ആസ്ക്ഡ് ലൈവ്ലി. ഇപ്പോൾ ടോണി ഒന്നുകൂടെ ചോദിച്ചു, കുറച്ചുകൂടെ നമ്മൾ ഓടുന്നു? No bro, let's cut it here. You go on. I like to get things together in my head. നീ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാനൊന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൊന്ന് രൂപപ്പെടുത്തട്ടെ. You aren't worried, are you? Tony asked. ഒന്നുകൂടെ ചോദിച്ചു, You aren't worried, are you? പ്രശ്നമില്ലല്ലോ. No way man, Felix laughed out loud. Hey എന്ന് പറഞ്ഞുകൊണ്ട് ഫെലിക്സ് laughed out loud. I just think it's cooler if we split right here. ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പിരിയണം. അതാണ് ഏറ്റവും നല്ലത്. After the fight, we can get it together again like nothing ever happened. ഫൈറ്റിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒന്നിച്ച് ചേരാം. The Amigo brothers were not ashamed to hug each other tightly. രണ്ടുപേരും ഹഗ് ചെയ്തു, പരസ്പരം ആലിംഗനം ചെയ്തു. ഹഗ്. The evening before the big fight, Tony made his way to the roof of his building. നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് ഈ രണ്ടു പേർക്കും ഈ മാറി താമസിച്ചതിന് ശേഷം അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ്. ദ ഈവനിങ് ബിഫോർ ദ ബിഗ് ഫൈറ്റ് ടോണി മേഡ് ഹിസ് വേ ടു ദ റൂഫ് ഓഫ് ഹിസ് ബിൽഡിംഗ്. ടോണി ആണെങ്കിൽ അവന്റെ റൂഫിൽ, ബിൽഡിങ്ങിന്റെ റൂഫിൽ വെച്ച് തൊട്ടടുത്ത് ദിവസം നടക്കാൻ പോകുന്ന ഫൈറ്റിനെ കുറിച്ച് ഓർത്ത് ആകെ ടെൻസ്ഡ് ആകുകയാണ്. സാധാരണ ഉള്ള മത്സരത്തിന് മുമ്പുണ്ടാകുന്ന രൂപത്തിലല്ല ഇന്ന് തന്റെ ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതിന്റെ വിഷമം, അവന്റെ മാനസിക സംഘർഷങ്ങൾ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ദ ക്വയറ്റ് ഏർലി ഡാർക്ക് ഹി പീഡ് ഓവർ ദ ലെഡ്ജ്. ഹി ട്രൈഡ് നോട്ട് ടു തിങ്ക് ഓഫ് ഫെലിക്സ്. ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അവന്റെ മനസ്സിനെ അവൻ സൈക്കിങ് ഹിസ് മൈൻഡിൽ, അവന്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അതിന് പാകപ്പെടുത്തുന്നതിൽ അവൻ വിജയിച്ചു എന്ന് അവൻ മനസ്സിലാക്കി. പിന്നെ അവന് അത് യഥാർത്ഥത്തിൽ അത് വിജയിക്കുമോ എന്ന് ശരിക്കും റിങ്ങിലെത്തിയാലേ അറിയാൻ പറ്റും. To spare Felix hurt, he would have to knock him out early and quick. അവൻ തീരുമാനം എടുക്കുകയാണ്, ഫെലിക്സിനെ അധികം വേദനിപ്പിക്കാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു നോക്കൌട്ട് എളുപ്പം സാധിക്കണം. അവനെ നോക്കൌട്ട് മത്സരത്തിലൂടെ കീഴടക്കാൻ പറ്റണം. എന്നാൽ അധിക നേരം ഫൈറ്റ് നീളാതിരുന്നാൽ ഫെലിക്സിനെ അധികം വേദനിപ്പിക്കാതെ ജയിക്കാം. അപ്പോൾ ഫെലിക്സും അതുപോലെ തന്നെ അപ്പ് ഇൻ ദ സൗത്ത് ബ്രോങ്സ് ഫെലിക്സ് ഡിസൈഡഡ് ടു ടേക്ക് ഇൻ എ മൂവി. രണ്ടുപേരും മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പൊ ഇൻ ദ സൗത്ത് ബ്രോങ്സ് ഫെലിക്സ് ഡിസൈഡഡ് ടു ടേക്ക് ഇൻ എ മൂവി. ഒരു മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട്, മൂവി അറിയാലോ, ഒരു മൂവിക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഫെലിക്സ് മൂവിക്ക് പോവുകയാണ്. അതൊരു ഫൈറ്റ് ഫ്ലിക്ക് ആയിരുന്നു. ചാമ്പ്യൻ വിത്ത് കർക്ക് ഡഗ്ലാസ് എന്നാണ് അതിന്റെ പേര്. ഫ്ലിക്ക് എന്നുള്ളത് മൂവി എന്നുള്ളതിന്റെ ഇൻഫോർമൽ വേർഡാണ്. മൂവിക്ക് പറയുന്ന ഒരു ഇൻഫോർമൽ വേർഡാണ് ഫ്ലിക്ക്. അപ്പൊ പിന്നെ അതിൽ ചാമ്പ്യൻ ഗെറ്റിംഗ് ബീറ്റർ, നന്നായിട്ട് ഫൈറ്റിൽ അടി കിട്ടുന്നതാണ് അതിലെ രംഗം. അപ്പോൾ അവൻ അന്റോണിയോയെ ഇടിക്കുന്നതായിട്ട് അവൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു. അപ്പൊ അവന് വല്ലാതെ വിഷമിച്ചു, അവന്റെ മാനസിക സംഘർഷം കൂടുകയും ചെയ്തു. ഈ വാക്ക്ഡ് അപ്പ് ദ ഡാർക്ക് സ്ട്രീറ്റ് ഡെസേർട്ടഡ് എക്സെപ്റ്റ് ഫോർ സം സ്മോൾ പോക്കറ്റ് ഓഫ് ബാരിക്കേഡ്സ്. ആ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഡാർക്കാണ്, വലിയ വെളിച്ചമൊന്നുമില്ലാത്ത സ്ട്രീറ്റാണ്. അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നേരത്തെ പറഞ്ഞ ഈ പിന്നെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നതൊക്കെ കാണാം. അവന്റെ മനസ്സിന് ശാന്തത നൽകാൻ ആ ഫൈറ്റ് ഫ്ലിക്കിനോ അല്ലെങ്കിൽ അതിലൂടെ നടക്കുന്നത് കൊണ്ടോ കഴിഞ്ഞില്ല. ഈ ലെറ്റ് ഹിംസെൽഫ് ക്വയറ്റ്ലി ഇൻടു ഹിസ് ഓൺ ലോസിംഗ്. അപ്പാർട്ട്മെന്റിൽ പോയി അവൻ ബെഡിൽ ഉറങ്ങാൻ കിടക്കുകയാണ്.
Antony was passing some heavy time on his rooftop. Antony ആണെങ്കിൽ അവനും റൂഫ് ടോപ്പിൽ അവന്റെ വീട്ടിൽ ഒരു ഹെവി ടൈം, വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാണ്. ഹൗഡ് നാളത്തെ എൻ്റെ ഫൈറ്റ് എങ്ങനെയായിരിക്കും നമ്മുടെ പരസ്പരമുള്ള ബന്ധത്തെ അവരെ ബാധിക്കുക എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. ആഫ്റ്റർ ഓൾ ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. പിന്നെ എങ്ങനെയും ചിന്തിക്കുന്നുണ്ട്, ഫൈറ്റിംഗ് മറ്റ് പ്രൊഫഷനെ പോലെ തന്നെയാണല്ലോ, ഫ്രണ്ട്ഷിപ്പിന് അതിൽ കാര്യമൊന്നും ഇല്ലല്ലോ എന്നും അവൻ ചിന്തിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ് അവന്റെ അവസാനം ഈ നോയിങ് ഡൗട്ട് ക്യാപ്റ്റൻ ഈ കട്ട് നെഗറ്റീവ് തിങ്കിങ് റിയലി ക്വിക്ക് ബൈ നോയിങ് സം സ്പീഡ് ഡിഫൻസ് ഇറ്റ്. അവന്റെ നെഗറ്റീവ് തിങ്കിങ് ഒക്കെ മാറ്റിവെച്ച് അവന് ഉള്ളിൽ വന്നുകൊണ്ടിരുന്ന ചില നെഗറ്റീവ് തിങ്കിങ് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും അവൻ എക്സസൈസിലേക്ക് തിരിഞ്ഞു. ഫെലിക്സ് റിങ്ങിൽ വെച്ച് തന്റെ സുഹൃത്തെയല്ല ഒരു എതിരാളിയായിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റണം, അങ്ങനെ ഞാൻ കാണുമെന്നുള്ള തീരുമാനിച്ച് ഉറച്ചു. അതുപോലെ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ഒരു ക്ലീൻ നോക്കൌട്ട് വിജയം എനിക്ക് നേടണമെന്നും തീരുമാനിച്ചുറച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് പറയുന്നത്, ലാർജ് പോസ്റ്റേഴ്സ് വെയർ പ്ലാസ്റ്റേർഡ് ഓൾ ഓവർ ദ വാൾസ് ഓഫ് ലോക്കൽ ഷോപ്സ് അനൗൺസ്ഡ് ദ ഫൈറ്റ് ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് ആസ് ദ മെയിൻ ബൗട്ട്. അപ്പൊ ഇവരുടെ തമ്മിലുള്ള മത്സരം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അടുത്ത ദിവസമാണ് മത്സരം. ലാർജ് പോസ്റ്റേഴ്സ് വെയർ പ്ലാസ്റ്റേർഡ് ഓൾ ഓവർ ദ വാൾസിലൊക്കെ ഇവരുടെ മത്സരത്തെ കുറിച്ചുള്ള പോസ്റ്റേഴ്സ് പ്ലാസ്റ്റർ ചെയ്യപ്പെട്ടു. അവിടെ എല്ലാവരുടെയും പോസ്റ്റർ പൊട്ടിച്ചു. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള അറിയിപ്പ് എല്ലാ പോസ്റ്റേഴ്സൊക്കെ പതിച്ച് എല്ലാവരെയും അറിയിച്ചു. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, പിന്നെ ഇവര് തമ്മിൽ താഴെ ഒരു ചോദ്യമുണ്ട്. ദ മിഗോ ബ്രദേഴ്സ് വെയർ പോപ്പുലർ ആസ് ബോക്സേഴ്സ്, ഹൗ ഡു യു നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബോക്സേഴ്സ് എന്ന നിലക്ക് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും വളരെ പോപ്പുലർ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ പറയുമ്പോൾ ഇവരെ തമ്മിലുള്ള മത്സരത്തിന് ധാരാളം ആളുകൾ എത്തിച്ചേർന്നതും അവരുടെ ആ നെയ്ബർഹുഡിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് ഇവർ വളരെ പോപ്പുലർ ആണെന്ന് തെളിയിക്കുന്ന ചില എക്സാമ്പിൾസ് എന്നാണ് നമ്മുടെ ആൻസർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ പോസ്റ്ററിന്റെ ഒരു കാര്യം വന്നു. നമ്മൾ മുമ്പൊക്കെ പോസ്റ്റർ തയ്യാറാക്കുന്ന ചോദ്യം വരാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ വരാറില്ല. എങ്കിലും നോട്ടീസ് തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇവരെ മത്സരത്തെ അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അത് മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി പിന്നീട് വീണ്ടും സൂചിപ്പിക്കാവുന്നതാണ്. അന്റോണിയോ ആൻഡ് ഫെലിക്സ് വെർ വെൽ ലൈക്ഡ് ആൻഡ് റെസ്പെക്ടഡ്, ഈച്ച് ഹാഡ് ഈസ് ലോയൽ ഫോളോയിങ്. രണ്ടുപേർക്കും ധാരാളം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല ഫൈറ്റേഴ്സ് ആണ്. ഫൈറ്റ് വാസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ ടോംകിൻ സ്ക്വയർ പാർക്ക്. ആ സ്ഥലം ടോംകിൻ സ്ക്വയർ പാർക്കിലാണ്. ഇതിൽ ടെക്സ്റ്റിന്റെ പുറകിൽ ഒരു ചോദ്യമുണ്ട്, ന്യൂസ് തയ്യാറാക്കുന്നതൊക്കെ. അപ്പോൾ ആ നടക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. ടോംകിൻ സ്ക്വയർ പാർക്കിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ദ മോർണിംഗ് ഓഫ് ദ ഫൈറ്റ് ടോംകിൻ സ്ക്വയർ, രാവിലെ തന്നെ ആ ഫൈറ്റിന്റെ അന്ന് രാവിലെ തന്നെ അവിടെ എല്ലാവരും വളരെ ധൃതിപ്പെട്ട് പല ജോലിയിലും ഏർപ്പെട്ടിരിക്കുകയാണ്. റിങ് സെറ്റ് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ സ്റ്റാൻഡ് അവിടെ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ വേണ്ടി എല്ലാവരും വളരെ തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ബി ഹൈവ് ഓഫ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതാണ് ബി ഹൈവ് ഓഫ് ആക്ടിവിറ്റി. വളരെ ബിസി ആയിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ധാരാളം ആളുകൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് അവിടെയൊക്കെ ടോംകിൻ സ്ക്വയർ പാർക്കിലെ ഗാലറിയൊക്കെ നിറഞ്ഞു. ആഫ്റ്റർനൂൺ ആണ് മത്സരമെങ്കിലും രാവിലെ തന്നെ ആ മത്സര സ്ഥലം ആളുകളെ കൊണ്ട് നിറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ രണ്ടാമത്തെ ഭാഗം അതേപോലെ തന്നെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എല്ലാവരും ഈ ടെക്സ്റ്റ് വായിക്കുകയും ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.